പങ്കുവച്ചത്. ഷാരോൺ വധക്കേസിൽ വിധി ഇന്ന് ഒന്നാം പ്രതി ഗ്രീഷ്മയും രണ്ടാം പ്രതി അമ്മാവനും കുറ്റക്കാരനാണെന്ന് ഇന്നലെ കോടതി കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഇന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി പ്രതികൾക്കുള്ള ശിക്ഷ വിധിക്കും. അതേസമയം ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടതിൽ അപ്പീൽ നൽകുമെന്ന് ഷാരോണിന്റെ കുടുംബം. വാർത്തയുടെ വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു. സൂര്യ, നാടിനെ ഒന്നാകെ ഞെട്ടിച്ച ഒരു ഷാരോൺ വധക്കേസിൽ വിധി ഇന്നാണ്. വിവരങ്ങൾ എങ്ങനെയാണ്? എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വിധി കൂടിയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ഇന്നിപ്പോൾ പ്രഖ്യാപിക്കാനിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്നലെ തന്നെ വാദങ്ങളൊക്കെ തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്നുള്ളത് ഇന്നലെ തന്നെ കോടതിയിൽ തെളിഞ്ഞു കഴിഞ്ഞതാണ്. ഗ്രീഷ്മയ്ക്ക് എതിരെ ചുമത്തിയിരുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ഗ്രീഷ്മ അതിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നത് ഇന്നലെ കോടതിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. തുടർന്ന് അമ്മാവനായിട്ടുള്ള ഗ്രീഷ്മയുടെ അമ്മാവനും കുറ്റക്കാരനാണ് എന്നതും കോടതിയിൽ ഇന്നലെ തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ അമ്മ സിന്ധുവിനെ കോടതി ഇന്നലെ വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നു. തെളിവുകളുടെ അഭാവത്തിലാണ് ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ കോടതി വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ ഷാരോണിന്റെ കുടുംബത്തിന് വലിയ രീതിയിലുള്ള അതൃപ്തിയുണ്ട്. അതായത് മകൾ ഗ്രീഷ്മയെ കൊണ്ട് ഇത്തരത്തിൽ ഒരു വിഷം തന്റെ മകന് കൊടുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടായതിനു പിന്നിൽ അമ്മയാണ്, അമ്മ സിന്ധുവാണ്. സിന്ധു പറഞ്ഞിട്ടാണ് മകൾ ഗ്രീഷ്മ അത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തത്. അതുകൊണ്ട് തന്നെ അവർക്കും തക്കതായ ശിക്ഷ കൊടുക്കണം എന്നുള്ളതാണ് ഷാരോണിന്റെ അമ്മയടക്കം ഇന്നലെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഗ്രീഷ്മയ്ക്കും അതുപോലെ തന്നെ ഗ്രീഷ്മയുടെ അമ്മാവനും കോടതി ശിക്ഷ പ്രഖ്യാപിച്ചാലും തുടർന്ന് സിന്ധുവിനെതിരെ അപ്പീലിന് പോകാനും സിന്ധുവിന് ഈ വിഷയത്തിൽ ശിക്ഷ നൽകണമെന്ന് ഷാരോണിന്റെ കുടുംബം ആവശ്യപ്പെടാനുമുള്ള സാധ്യത വളരെ വലുതാണ്. ഇന്നലെ തന്നെ അത് അവര് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും 2022 ഒക്ടോബർ 14 ഇത്തരത്തിൽ ഷാരോണിന് ഗ്രീഷ്മ വിഷം കൊടുക്കുന്നത്. ഒക്ടോബർ 25 ഷാരോൺ മരിക്കുന്നത് എന്നുള്ളതാണ്. 11 ദിവസം കഴിഞ്ഞിട്ടാണ് ഷാരോൺ മരിക്കുന്നത്. ഇവർ ഈ ബസ്സിൽ വെച്ച് കണ്ടുമുട്ടുകയും തുടർന്ന് രണ്ടുപേരും തമ്മിൽ പ്രണയത്തിലാവുകയും ചെയ്തു എന്നുള്ളതാണ്. അതിന് ശേഷം 2021 ഇവർ പരസ്പരം കാണുന്നതും പ്രണയത്തിലാവുകയും ഒക്കെ ചെയ്യുന്നത്. തുടർന്ന് ഗ്രീഷ്മയ്ക്ക് ഒരു സൈനികന്റെ വീട്ടിൽ നിന്ന് സൈനികന്റെ ഭാഗത്തുനിന്ന് ഒരു വിവാഹാലോചന വരികയും ആ വിവാഹാലോചന നടന്നേ പറ്റൂ എന്ന് ഗ്രീഷ്മയുടെ കുടുംബം ഗ്രീഷ്മയോട് ആവശ്യപ്പെടുകയും തുടർന്ന് ഗ്രീഷ്മയ്ക്കും അതിലൊരു താല്പര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് പല രീതിയിൽ ഷാരോണിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഗ്രീഷ്മ തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് ഈ കഴിഞ്ഞ കേസുകളുടെ ഈ ഒരു കേസുകളുടെ നാൾവഴികൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗ്രീഷ്മ തന്നെ പറഞ്ഞതുമാണ്. അത്തരത്തിൽ പറഞ്ഞ് ഷാരോണിനെ ഒഴിവാക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷാരോൺ അത്തരത്തിൽ ഒഴിവായി പോയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഷാരോണിനെ ഇല്ലാതാക്കിയേക്കാം എന്നൊരു തീരുമാനം ഗ്രീഷ്മ എടുക്കുന്നത്. തുടർന്ന് ഇത്തരത്തിൽ ജ്യൂസിൽ ഉറക്ക ഗുളിക കലർത്തി ഒരു തവണ ഷാരോണിനെ അപായപ്പെടുത്താനുള്ള ശ്രമം ഗ്രീഷ്മ നടത്തിയെങ്കിലും ജ്യൂസ് ചാലഞ്ച് എന്ന പേരിലാണ് അത്തരത്തിലൊരു ശ്രമം നടത്തിയത്. പക്ഷേ അത് ഷാരോണിനെ അപായപ്പെടുത്തുന്ന ഘട്ടത്തിലേക്ക് അത് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഷാരോൺ രക്ഷപ്പെടുകയായിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ വീട്ടിൽ വിളിച്ച് വരുത്തി കഷായത്തിൽ കളനാശിനി ഒഴിച്ച് അത് ജ്യൂസിൽ കലർത്തി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഷാരോണിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും ഷാരോണിനെ പിന്നീട് കാട്ടാക്കട ആശുപത്രിയിലേക്ക് മാറ്റുകയും തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് പിന്നീട് മാറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഷാരോൺ മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകുമ്പോഴും ഗ്രീഷ്മ തന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കും എന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതിന് ശേഷം ഏറ്റവും ഒടുവിൽ ഷാരോൺ തന്റെ പിതാവിനോടും അതുപോലെ സുഹൃത്തിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്നെ അപായപ്പെടുത്താൻ ഗ്രീഷ്മ ശ്രമിച്ചു എന്നുള്ളത്. അത് ഏറ്റവും ഒടുവിലാണ് ഈ വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താൻ മരിക്കാൻ പോകുന്നു അല്ലെങ്കിൽ തനിക്ക് ഇനി ജീവിക്കാൻ കഴിയില്ല എന്നൊരു അവസ്ഥ എത്തുമ്പോഴാണ് ഷാരോൺ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ തന്റെ പിതാവിനോടും സുഹൃത്തിനോടും ഒക്കെ നടത്തുന്നത്. ആ ഒരു സംഭവമാണ് ഈ കേസിൽ ഒരു വഴിത്തിരിവായിട്ടുള്ളത് എന്നുള്ളതാണ്. ഗ്രീഷ്മ അതുവരെ ഈ ഷാരോണിന്റെ കുടുംബത്തിനോടും അതുപോലെ തന്നെ ഷാരോണിന്റെ കൂട്ടുകാരോടും ഒക്കെ തൃപ്തികരമായിട്ടുള്ള ഒരു മറുപടി അല്ലെങ്കിൽ തനിക്ക് ഇതിൽ ഒരു പങ്കുമില്ല, താൻ അങ്ങനെ കൊടുക്കില്ല എന്നടക്കമുള്ള വാട്സപ്പ് മെസ്സേജുകളും
കോളുകളും ഒക്കെ തന്നെയാണ്. അവരെ അത്തരത്തിൽ തന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു പ്രവൃത്തിയും ഉണ്ടാകില്ല എന്ന് ഷാരോണിന്റെ കുടുംബത്തിനെയും ഷാരോണിന്റെ കൂട്ടുകാരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ഗ്രീഷ്മയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിനുശേഷം ഷാരോണിന്റെ ഇത്തരത്തിലുള്ള മൊഴിയിൽ നിന്നാണ് ഈ കേസിന് ഒരു വഴിത്തിരിവ് ആകുന്നത് എന്നുള്ളതാണ്. അതിനുശേഷം ഗ്രീഷ്മ പോലീസിന് മുന്നിലും ഈ മൊഴി രേഖപ്പെടുത്തി താൻ തന്നെയാണ് ഇത്തരത്തിൽ അപായപ്പെടുത്തിയത്, ഷാരോണിനെ കൊലപ്പെടുത്തിയത് എന്നത് ഗ്രീഷ്മയും തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ ഈ കേസിൽ ഒരു വിധി അത് കോടതി പ്രഖ്യാപിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇന്നലത്തെ കോടതിയുടെ വിധിയിൽ നിന്ന് തങ്ങൾ തൃപ്തരാണ് എന്നുള്ളതാണ് ഷാരോണിന്റെ കുടുംബം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ 11 മണിക്കാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ഗ്രീഷ്മയ്ക്കും അതുപോലെ തന്നെ ഗ്രീഷ്മയുടെ അമ്മാവനും എന്ത് ശിക്ഷയാണ് നൽകുന്നത് എന്നത് സംബന്ധിച്ച് പ്രഖ്യാപിക്കുന്നത് എന്നുള്ളതാണ്. അതിനായിട്ടാണ് ഇനിയിപ്പോൾ കാത്തിരിക്കുന്നത്. എന്ത് ശിക്ഷയാകും ഗ്രീഷ്മ ചെയ്ത ഈ കുറ്റത്തിന് ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഇന്നലെ പോലീസിന്റെ അടക്കം പ്രതികരണം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. ഒരിക്കലും പ്രണയപ്പക അല്ലെങ്കിൽ പ്രണയ കൊലപാതകം എന്നൊന്നും ഈ വിഷയത്തെ പറയരുത് എന്നതാണ് പ്രചരിപ്പിക്കരുത് എന്നുള്ളതാണ് പോലീസ് ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് പ്രണയപ്പക കൊണ്ട് ഉണ്ടായ ഒരു സംഭവമല്ല. അത്തരത്തിൽ ഉള്ള ഒരു പകയൊന്നും തന്നെ ഷാരോണിന് ഗ്രീഷ്മയോട് ഉണ്ടായിരുന്നില്ല. ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി തന്നെയായിരുന്നു ഷാരോൺ ഗ്രീഷ്മയെ പ്രണയിച്ചതും ഗ്രീഷ്മയുടെ പുറകെ നടന്നതും ഒക്കെ എന്നാണ് പറയുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഗ്രീഷ്മയ്ക്ക് അതിനിടയ്ക്ക് ഒരു ആലോചന വരുന്നു. ആ ആലോചനയോട് ഗ്രീഷ്മയ്ക്ക് ഒരു താല്പര്യമുണ്ടാകുന്നു. അതേ തുടർന്ന് ഷാരോണിനെ ഇല്ലാതെ ആക്കാം എന്നൊരു തീരുമാനം ഗ്രീഷ്മ എടുക്കുന്നു. അതിന് ഗ്രീഷ്മയ്ക്ക് എല്ലാവിധ പിന്തുണയും ഗ്രീഷ്മയുടെ അമ്മാവനും അതുപോലെ തന്നെ അമ്മയും നൽകിയായിരുന്നു. അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ഷാരോണിന്റെ മരണം ഉൾപ്പെടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു പ്രണയപ്പകയായിട്ട് കണ്ട് അത്തരത്തിൽ ഒരു പ്രചാരണം നടത്തരുത് എന്ന് പോലീസ് അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ 11 മണിവരെ കാത്തിരിക്കണം. ഈ 2022 ഒക്ടോബർ 25 എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംഭവം നടക്കുന്നു. അതിന് 2.25 വർഷത്തിന് ശേഷം ഒരു വിധി പ്രസ്താവം ഉണ്ടാകുന്നു. ശിക്ഷ പ്രഖ്യാപിക്കുന്നു. എന്ത് ശിക്ഷയാകും ഷാരോണിന്റെ കൊലപാതകത്തിൽ ഷാരോണിനെ ഇല്ലാതാക്കിയതിൽ ഗ്രീഷ്മയ്ക്ക് കൂട്ടുനിന്ന അമ്മാവനും ലഭിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഗ്രീഷ്മയെ സംബന്ധിച്ചിടത്തോളം ഗ്രീഷ്മയ്ക്ക് 21-22 വയസ്സാകുന്ന സമയത്താണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നതും ഒരു കൊലപാതക എന്ന പേര് ലഭിക്കുന്നതുമൊക്കെ തന്നെ. PG ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കഴിഞ്ഞ വ്യക്തിയായിരുന്നു ഈ ഗ്രീഷ്മ എന്ന് പറയുന്നത്. ഗ്രീഷ്മയെ കുറിച്ച് ആ സമയത്ത് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഗ്രീഷ്മയെ കുറിച്ച് നാട്ടുകാർക്കും വലിയ അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. മിടുക്കിയായിട്ടുള്ള പെൺകുട്ടിയായിരുന്നു, നന്നായിട്ട് പഠിക്കുന്ന പെൺകുട്ടിയായിരുന്നു. അവളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പ്രവൃത്തി അത് ഉണ്ടാകുമെന്ന് കരുതിയിരുന്നില്ല എന്നൊക്കെയുള്ള പ്രതികരണങ്ങളാണ് ലഭ്യമായിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇന്നിപ്പോൾ വിധി ശിക്ഷ പ്രഖ്യാപിക്കുമ്പോൾ അത് ഷാരോണിന്റെ കുടുംബത്തിന് പൂർണ്ണ തൃപ്തമാകുന്ന ശിക്ഷയായിരിക്കുമോ പ്രഖ്യാപിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഈ അമ്മ സിന്ധുവിനെ ഒഴിവാക്കിയതിൽ, സിന്ധുവിനെ കോടതി വെറുതെ വിട്ടതിൽ അതൃപ്തിയുണ്ട് ഷാരോണിന്റെ കുടുംബത്തിന്. അതിൽ ഒരു അപ്പീലിന് പോകാൻ തങ്ങൾ തയ്യാറാണ്, അപ്പീലിന് പോകും. സിന്ധുവിനും ഈ വിഷയത്തിൽ തങ്ങളുടെ മകനെ ഇല്ലാതാക്കിയതിൽ ശിക്ഷ നേടിക്കൊടുക്കണമെന്നുള്ള ആവശ്യമാണ് ഷാരോണിന്റെ കുടുംബം ഇന്നലെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. വിധി ഇന്ന് ഒന്നാം പ്രതി ഗ്രീഷ്മയും രണ്ടാം പ്രതി അമ്മാവനും കുറ്റക്കാരനാണെന്ന് ഇന്നലെ കോടതി കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഇന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി പ്രതികൾക്കുള്ള ശിക്ഷ വിധിക്കും. അതേസമയം ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടതിൽ അപ്പീൽ നൽകുമെന്ന് ഷാരോണിന്റെ കുടുംബം പറയുന്നു. വാർത്തയുടെ സമഗ്രമായ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി. ഇനിയൊരു ഇടവേളയാണ്. കേരള വിഷൻ ന്യൂസിന്റെ തത്സമയ വാർത്തകൾ നിങ്ങൾക്ക് ഇതോടൊപ്പം ഞങ്ങളുടെ യൂട്യൂബ് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ തത്സമയം കാണാം.